വിജയിച്ച ഫാത്തിമ തഹ്ലിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരു പ്രവർത്തകയ്ക്ക് ഇത്രയും വലിയ ഒരു ബഹുമതി തന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനോട് 100% എൻ്റെ എല്ലാവിധ പ്രയത്നവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീതിപൂർവമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തും. ശരി, ശ്രീ NP ചേക്കുട്ടി, ഇപ്പോഴത്തെ ഈ ജനവിധി അത് LDFന് നൽകുന്ന പാഠം എന്തൊക്കെയാണ്? 10 വർഷത്തോളം അധികാരത്തിൽ മതിമറന്ന ജനങ്ങളുടെ മനസ്സ് കാണാതെ പോയതോ, ഇങ്ങനെയൊരു ജനവികാരം ഉണ്ടാകുമെന്ന് തിരിച്ചറിയാതെ പോയതോ, വർഗീയതയോട് സന്ധി ചെയ്തതോ, അല്ലെങ്കിൽ ആശയപരമായി പാർട്ടി നിലപാടുകളിൽ വെള്ളം ചേർത്തതോ, ഇതൊക്കെയാണോ പാർട്ടിക്ക് നൽകുന്ന പാഠങ്ങൾ? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ CPMന് നഷ്ടപ്പെട്ടത് CPMന്റെ തന്നെ വോട്ടുകളാണ്. ഒരു കാലത്തും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ CPMന്റെ അണികൾ, CPMന്റെ അനുഭാവികൾ സംഘടിതമായിട്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരായിട്ട് ഇന്ന് വരെ ഈ തരത്തിലൊരു വോട്ട് കുത്തലുണ്ടായിട്ടില്ല. നിങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പയ്യന്നൂർ മുതൽ കണ്ണൂർ വരെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പാർട്ടിയുടെ വളരെ നെടുങ്കോട്ടകളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, പാർട്ടിയുടെ അണികൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ളൊരു വലിയ ഒരു തരംഗം വന്നപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നേരത്തെ തന്നെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെ കുറിച്ച്, സർക്കാരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം, ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് സ്വന്തം അണികൾ അവരെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. മറ്റു സ്വാഭാവിക നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്, എല്ലാ വിഷയങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം സ്വന്തം അണികൾക്ക് പാർട്ടിയിൽ വിശ്വാസമില്ലാതെ 5 വർഷം കൂടി അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ CPM എന്ന പാർട്ടി ശിഥിലമാകും, ഇല്ലാതാകും എന്ന തിരിച്ചറിവ് അണികൾക്ക് തന്നെ ഉണ്ടായി എന്നാണോ? അല്ല, പല കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. സത്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടുണ്ടായ ഒരു വലിയ എന്താ പറയുക സംഗതിയല്ല. നേരെ മറിച്ച് ഏതാണ്ട് 90കൾ മുതൽ CPMനകത്തുണ്ടായിരുന്ന ആഭ്യന്തരമായിട്ടുള്ള വടംവലികൾ, പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എന്നും നിലനിന്ന ഒരു ആഭ്യന്തര ജനാധിപത്യമാണ്. ഈ ആഭ്യന്തര ജനാധിപത്യം പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് നേതാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം, ഒരു വരണ്യരും താഴെയുള്ള അണികൾ ഒരു കീഴാളരുമായിട്ട് ഒരു പുതിയ വർഗ വിഭജനം ആ പാർട്ടിയിലുണ്ടായി. ആ വർഗ വിഭജനം ഉണ്ടായത് പിണറായി വിജയൻ സെക്രട്ടറിയായി വന്ന കാലം മുതലാണ്. ആ ഒരു അവസ്ഥയിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനായിരിക്കും പറ്റാതായി. പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായങ്ങളെ ഗുരുതരമായിട്ട് ഒരു കുറ്റമായിട്ട് കാണുന്നൊരവസ്ഥ വന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ ഒരു വഴി എന്താണ്, ഈ തരത്തിൽ പിന്നിന്ന് സൗകര്യം കിട്ടുന്ന സമയത്ത് കുത്തുക എന്നുള്ളത്. ആ ഒരു യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ടി വരിക. അത് കുറെ കാലങ്ങളായി പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ന്യൂനീകരണത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ തകർച്ചയുടെ ലക്ഷണമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഈ നിഷ്പക്ഷരായ മനുഷ്യർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഉണ്ടാകുന്ന എതിർപ്പോ അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള എതിർവികാരമോ ഒക്കെ മനസ്സിലാക്കാൻ കഴിയാതെ പോവുക എന്നുള്ളതിനെ നമുക്ക് കുറ്റം പറയാൻ ഒക്കില്ല. പക്ഷെ അണികൾ ഇത്രമേൽ എതിരായിരുന്ന ഒരു ചിത്രത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ആ പാർട്ടിയുടെ മിഷണറിയിൽ ഉണ്ടായ പാളിച്ചയാണോ, അതോ പിണറായി തിരുത്താൻ താഴെത്തട്ടിൽ ആരും മെനക്കെടാതിന് അതിന് ധൈര്യമില്ലാതിരുന്നതിന്റെ കാരണമാണോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഹിസ്റ്ററി നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ട. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകൾക്ക് ആത്മാഭിമാനം നൽകുന്ന, താഴെയുള്ള നിസ്സരായിട്ടുള്ള ഒന്നുമില്ലാത്ത ആളുകൾക്ക് ശക്തി നൽകുന്ന, അവർ ശാക്തീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ലോകം മുഴുക്കെ വന്നിട്ടുള്ളത്. പക്ഷേ എവിടെ അധികാരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അധികാരത്തിലുള്ള ആളുകൾ ഒരു പുതിയ ഒരു സംവിധാനമായി, ഒരു പുതിയ ക്ലാസ് ആയിട്ട്, അത് മിലോവൻ ജിലാസ് എന്ന് പറയുന്ന യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് 50കളിൽ തന്നെ ചൂണ്ടിക്കാട്ടിയ അധികാരത്തിലിരുത്തുന്ന സമയത്ത്, അധികാരം കയ്യിലിട്ടുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കകത്ത് ഇടയിൽ ഒരു പുതിയ ബ്രാഹ്മണിക്കൽ കൾച്ചർ ഉണ്ടാകുന്നുണ്ട്, ഒരു പുതിയ ബ്രാഹ്മണ വർഗം ഉണ്ടാകുന്നു, ഒരു പുതിയ അധികാരി വർഗം ഉണ്ടാകും. ആ ഒരു സംഗതിയാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതിനു മുമ്പുള്ള കാലത്തൊക്കെ തന്നെ EMS അതിനെക്കുറിച്ച് പറയാറ് ഡീക്ലാസിംഗ് എന്നാണ്. നമ്മൾ ഡീക്ലാസ് ചെയ്യണം. നമ്മളിപ്പോൾ ജന്മി കുടുംബത്തെന്നോ അല്ലെങ്കിൽ ബൂർഷ കുടുംബത്തെന്നോ ആയിരിക്കും, പക്ഷേ ഡീക്ലാസ് ചെയ്യണം. ഏറ്റവും താഴെയുള്ളവൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് അതനുസരിച്ച് ജീവിക്കണം. അത് സത്യത്തിൽ ആവശ്യമാണ്. EMS അടക്കം
പോലുള്ള ആളുകൾ ദളിതരുടെ കുടുംബങ്ങളിൽ, അവരുടെ വീടുകളിൽ, അവരുടെ കുടിലുകളിൽ എത്രയോ കാലം ഒളിവിലിരുന്നിട്ടുണ്ട്. ആ ഒളിവിലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. പിണറായി വിജയനെ പോലുള്ള ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവര് ഞങ്ങളൊരു വലിയ എലീറ്റ് ക്ലാസ് ആണെന്ന ധാരണയിൽ താഴെയുള്ള ആളുകളോട് അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആളുകളോട് എടുക്കുന്ന അയാൾ പാർട്ടിക്കാരനായ ഒരാളാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഇത് വളരെ ഓപ്പണാണ്. ഒരു ചോദ്യമുണ്ട്, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വീട്ടിൽ പോയി ചോദിച്ചു, വീട്ടിൽ അയാളുടെ ഭാര്യയോട് ചോദിച്ചാൽ രാഷ്ട്രീയ പ്രശ്നം അയാളുടെ ഭാര്യയോട് ചോദിച്ചാൽ അയാൾക്ക് ഭാര്യയ്ക്ക് മറുപടി പറയാൻ പറ്റുമോ? രാഷ്ട്രീയ പ്രശ്നം രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യട്ടെ, രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തെ കൈകാര്യം ചെയ്യട്ടെ. അത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണ ഉത്തരവാദിത്തം ആർക്കുള്ളത്? നേതാവിനുണ്ട്. ആ നേതാവാണ് പറഞ്ഞത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇത്തരത്തിലുള്ള കൾച്ചർ, ആ കൾച്ചർ ഫ്യൂഡലിസത്തിന്റെ കൾച്ചറാണ്, മാഡംബിസത്തിന്റെ കൾച്ചറാണ്. അതിനോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് അതിശക്തമായിട്ട് തന്നെ ഇത്തവണ ജനങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് വേറെ വഴിയൊന്നുമില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം. ശ്രീ എൻ പി ചെക്കുട്ടി നമ്മൾ സ്മരിച്ചു പോകുന്നത് അജിംസ്, ഈ ശരികേടുകളെ 1, 2, 3 വർഷമായി നമ്മൾ കാണാൻ അദ്ദേഹം തിരുത്തിക്കൊണ്ടേയിരുന്നു ഓരോ ടെലിവിഷൻ ചർച്ചകളിലും. പക്ഷെ പലതരത്തിലുള്ള വേട്ടയാടുകളാണ് അദ്ദേഹം 2, 3 വർഷമായി. ഇതൊന്നും പാർട്ടി കേട്ടില്ല, പാർട്ടി തിരുത്താൻ തയ്യാറായില്ല. അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. ഇപ്പോൾ